ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജപ്പാൻ വെള്ളപ്പൊക്കങ്ങളുടെ നാടാണ്. അവിടെ സാധാരണക്കാർ വീട് നിർമ്മിക്കുന്നത് തടി കൊണ്ടാണ്. ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ തടികളിടയ്ക്ക് കേടാകുമ്പോൾ അവർ പുതിയ തടികൾ വച്ച് പിടിപ്പിക്കും. അങ്ങനെ ഒരു കർഷകൻ തൻ്റെ വീടിൻ്റെ ഭിത്തിയുടെ കേടായ പലക മാറ്റി പുതിയത് തറയ്ക്കുന്ന ഇടയിൽ അയാളൊരു കാഴ്ച കണ്ടു. മാസങ്ങൾക്ക് മുമ്പ് തറച്ച ഒരു പലകയിൽ ഒരു പല്ലി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പലകയിലെ ആണി ഈ പല്ലിയുടെ ശരീരത്തിലൂടെ ഇങ്ങനെ തുളച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ അത് ചത്തുപോയിട്ടില്ല, അത് ജീവനോടെ ഇരിക്കുകയാണ്. കർഷകന് കൗതുകമായി, ഇതെങ്ങനെ ഈ 4 മാസം ഈ പല്ലി ജീവിച്ചു എന്നതൊരത്ഭുതമായി അയാൾക്ക് തോന്നി. അയാൾ സാവധാനം ആ പലക അടച്ചു വെച്ചിട്ട് അദ്ദേഹം ദിവസങ്ങളോളം ശ്രദ്ധിച്ചു. അതിനിടയിൽ അയാളൊരു വലിയ സത്യം കണ്ടെത്തി. ഈ 4 മാസം ഈ പല്ലി ചാകാതെ അതിൻ്റെ ജീവനെ നിലനിർത്തിയത് ഒരത്ഭുതമായിരുന്നു. ഈ പല്ലിയുടെ സൗഹൃദത്തിൽപ്പെട്ട മറ്റൊരു പല്ലി എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഏതെങ്കിലും ചെറിയ പ്രാണികളെ പിടിച്ചുകൊണ്ട് വന്ന് ഈ പല്ലിയുടെ അരികിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഈ ആണിമേൽ തറയ്ക്കപ്പെട്ടു പോയ ഈ പല്ലി ആ കീടങ്ങളെ ഭക്ഷിക്കും. അങ്ങനെയാണ് ഇന്ന് കഴിഞ്ഞ 4 മാസവും ഈ പല്ലി ജീവിച്ചതെന്ന് ഈ കർഷകന് മനസ്സിലായി. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. നിസ്സാര ഒരു ജീവി, അതിൻ്റെ സ്നേഹം, അതിൻ്റെ കൂട്ടുകാരനോടുള്ള ആ സൗഹൃദം, അതെല്ലാം ആ കർഷകനെ അത്ഭുതപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, സൗഹൃദങ്ങൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ.